Hello guys, welcome back to London Sketch Cricket Reviews. നാളെ നടക്കാൻ പോകുന്ന അഡ്ലൈഡിലെ ഇന്ത്യ ഓസ്ട്രേലിയ പിങ്ക് ടെസ്റ്റ് ബോൾ മത്സരത്തിൽ ഇന്ത്യ ചരിത്രം തിരുത്തി വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിലേക്ക് മുന്നേറുമോ? പിങ്ക് ബോൾ ടെസ്റ്റിൽ ഇന്ത്യയുടെ കണക്കുകൾ മോശമല്ല, പക്ഷേ അഡ്ലൈഡിൽ തീർത്തും ദയനീയമാണ്. അഡ്ലൈഡിൽ മത്സരം ഡേ നൈറ്റ് ആണെങ്കിലും ഇന്ത്യൻ സമയം രാവിലെ 9:30 തുടങ്ങും. ടെസ്റ്റിൽ ഉപയോഗിക്കുന്ന ചുവന്ന പന്ത് രാത്രി വെളിച്ചത്തിൽ കാണാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഡേ നൈറ്റ് ടെസ്റ്റുകളിൽ പിങ്ക് പന്ത് ഉപയോഗിക്കുന്നത്. 2015 ഓസ്ട്രേലിയയും ന്യൂസിലാൻഡുമാണ് പിങ്ക് ബോൾ മത്സരത്തിൽ ആദ്യമായി ഏറ്റുമുട്ടിയത്. നാളെ അഡ്ലൈഡിൽ തുടങ്ങുന്നത് 23ാമത് ഡേ നൈറ്റ് ടെസ്റ്റാണ്. ഇതുവരെ ഇന്ത്യ കളിച്ച 4 പിങ്ക് ടെസ്റ്റുകളിൽ 3 ജയിച്ചപ്പോൾ ഒരെണ്ണത്തിൽ തോൽവി വഴങ്ങി. ജയിച്ചതെല്ലാം ഹോം ഗ്രൗണ്ടിലായിരുന്നു, തോറ്റതാണെങ്കിൽ അഡ്ലൈഡിലും. എന്ന് മാത്രമല്ല, ടെസ്റ്റ് ചരിത്രത്തിൽ ഇന്ത്യയുടെ ഏറ്റവും കുറഞ്ഞ സ്കോറായ 36 റൺസ് പിറന്നതും ഈ ഗ്രൗണ്ടിൽ തന്നെയാണ്. മത്സരത്തിൽ ഇന്ത്യ ബാറ്റിംഗ് തെരഞ്ഞെടുത്തപ്പോൾ ക്യാപ്റ്റൻ വിരാട് കോഹ്ലിയുടെ മികവിൽ 244 റൺസ് എടുത്തു. ഓസ്ട്രേലിയയെ 190 റൺസിന് പുറത്താക്കി 53 റൺസ് ലീഡ് നേടിയെങ്കിലും രണ്ടാം ഇന്നിംഗ്സിൽ ഇന്ത്യ 36 റൺസിന് പുറത്താവുകയായിരുന്നു. അഡ്ലൈഡിലെ അതേ പിച്ചിൽ അതേ ടീമിനോട് തന്നെയാണ് നാളെ 6-12-24 ഇന്ത്യ വീണ്ടും ഏറ്റുമുട്ടാൻ പോകുന്നത്. 2019 ബംഗ്ലാദേശിനെതിരായിരുന്നു ഇന്ത്യയുടെ ആദ്യ പിങ്ക് ടെസ്റ്റ് മത്സരം. കൊൽക്കത്തയിൽ വെച്ച് നടന്ന മത്സരത്തിൽ ബംഗ്ലാദേശിനെതിരെ ഇന്ത്യ ഇന്നിംഗ്സിനും 46 റൺസിന്റെയും ആധികാരിക വിജയം സ്വന്തമാക്കി. മത്സരത്തിൽ ക്യാപ്റ്റൻ വിരാട് കോഹ്ലിയുടെ തിളക്കമാർന്ന സെഞ്ചുറിയും പിറന്നിരുന്നു. മാത്രമല്ല, ഇന്ത്യ കളിച്ച പിങ്ക് ടെസ്റ്റ് മത്സരത്തിലെ നിലവിലെ ടോപ്പ് സ്കോറർ കൂടിയാണ് വിരാട് കോഹ്ലി. 2 ഇന്നിംഗ്സിലുമായി ബംഗ്ലാദേശിന്റെ 9 വിക്കറ്റുകൾ നേടിയ ഇശാന്ത് ശർമ്മയായിരുന്നു കളിയിലെ മാൻ ഓഫ് ദി മാച്ച്. അതേ മത്സരത്തിൽ തന്നെ 2 ഇന്നിംഗ്സിലുമായി 8 വിക്കറ്റുകൾ സ്വന്തമാക്കിയ ഉമേഷ് യാദവും ഇശാന്തിനൊപ്പം ഉണ്ടായിരുന്നു. 2021 ഇംഗ്ലണ്ടിനെതിരായിരുന്നു ഇന്ത്യയുടെ 3ാമത്തെ പിങ്ക് ടെസ്റ്റ് മത്സരം നടന്നിരുന്നത്. അഹമ്മദാബാദ് വെച്ച് നടന്ന മത്സരത്തിൽ ഇംഗ്ലണ്ടിനെ 10 വിക്കറ്റിന് കീഴടക്കി ഇന്ത്യ മിന്നും ജയം സ്വന്തമാക്കി. മത്സരത്തിൽ 2 ഇന്നിംഗ്സിലുമായി 11 വിക്കറ്റുകൾ സ്വന്തം പോക്കറ്റിലാക്കിയ അക്ഷർ പട്ടേലായിരുന്നു കളിയിലെ മാൻ ഓഫ് ദി മാച്ച്. അതേ മത്സരത്തിൽ തന്നെ രവിചന്ദ്ര അശ്വിനും 7 വിക്കറ്റുമായി അക്ഷറിനൊപ്പം ഉണ്ടായിരുന്നു. ഒരു സ്പിൻ മായാജാലമായിരുന്നു ഈ ഒരു മത്സരത്തിൽ കണ്ടിരുന്നത്. 2022 ശ്രീലങ്കക്കെതിരായിരുന്നു ഇന്ത്യയുടെ 4ാമത്തെ പിങ്ക് ടെസ്റ്റ് മത്സരം നടന്നിരുന്നത്. ബാംഗ്ലൂരിൽ വെച്ച് നടന്ന മത്സരത്തിൽ ഇന്ത്യ ശ്രീലങ്കയെ 238 റൺസിന് കീഴടക്കി. മത്സരത്തിലെ 2 ഇന്നിംഗ്സുകളിൽ നിന്നായി 159 റൺസ് സ്വന്തമാക്കിയ ശ്രേയസ് അയ്യരായിരുന്നു കളിയിലെ മാൻ ഓഫ് ദി മാച്ച്. അതേ മത്സരത്തിൽ തന്നെ 2 ഇന്നിംഗ്സുകളിൽ നിന്നായി 8 വിക്കറ്റ് വീഴ്ത്തിയ ബുംറയുടെ മികവും ഇന്ത്യയുടെ വിജയത്തിന് തുണയായി. 5ാമത്തെ പിങ്ക് ടെസ്റ്റ് മത്സരമാണ് നാളെ അഡ്ലൈഡിൽ വീണ്ടും അരങ്ങേറാൻ പോകുന്നത്. ഇത്തവണ അഡ്ലൈഡിൽ ഇന്ത്യ ചരിത്രം കുറിക്കുമോ? കാത്തിരിക്കാം നമുക്ക് നല്ലൊരു മത്സരത്തിനായി. ക്രിക്കറ്റ് ഇഷ്ടപ്പെടുന്ന ചങ്കുകൾ പേജ് സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുതേ. അപ്പോ മച്ചന്മാരെ, നെക്സ്റ്റ് വീഡിയോയിൽ കാണും വരെ ബൈ.